കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ വൈകുന്നേരം വന്നപ്പോൾ നാളെ രാവിലെ എനിക്ക് കോഴിക്കോട് പോകണം കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരീൻ്റെ അടുത്ത് എന്താ വെച്ചാൽ എനിക്ക് പുട്ടവർത്തിക്ക് പോകാനായി. അപ്പോൾ അവിടെ നമ്മൾക്ക് ഡ്യൂട്ടി എടുക്കുമ്പോൾ നമ്മുടെ കഴുത്തിലൊരു സ്കാർഫ് ഇടും. അത് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവിടെ സമിതിയിൽ ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അത് ഏൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സമിതി പോകാൻ സമയമല്ല, അപ്പോൾ എനിക്ക് ലീവില്ല. അപ്പോൾ കടയിൽ പോകേണ്ടത് കൊണ്ട് രാവിലെ കോഴിക്കോട് എത്തി എൻ്റെ കൂട്ടുകാരി വന്നത് വാങ്ങിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് കൊടുക്കാൻ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൾക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് അവിടെ ചക്ക കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം ഞാൻ അന്ന് അവളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എനിക്കൊരു ചക്ക കൊണ്ടുതരാമെന്ന്. പക്ഷേ ഇന്നാളൊന്നും എനിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെ ഞാനത് അവൾക്ക് സർപ്രൈസായിട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ചക്കയ്ക്ക് കുറേ നടന്നു നോക്കി എവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള മൂത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിതാ വൈകുന്നേരം വന്ന് ഒരു 7 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ മുകളിലത്തെ വീട്ടിൽ ചേച്ചീൻ്റെ അടുത്ത് ചെന്ന് ഒരു ചക്ക കിട്ടാൻ വഴിയുണ്ട് ചോദിച്ചു. അപ്പോൾ അവർ വേവിക്കാൻ വേണ്ടി ഇട്ട് വെച്ച ചക്ക എനിക്ക് തന്നു കേട്ടോ. ഇങ്ങനെ കൊടുക്കാനാണെന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ കൊണ്ടുപോയി കൊടുത്തോ, ഞങ്ങൾ നാളെ ഇട്ട് വേവിച്ചോളാന്ന്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു മടിയായിരുന്നു മേടിക്കുക. അപ്പോൾ ചേച്ചി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ചേച്ചിയും ചേട്ടനും പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ നാളെ കോമാങ്ങ കൊണ്ടുവന്നൊരു 2 മാങ്ങ ഉണ്ടായിരുന്നു. ഞാൻ അത് ഇപ്പോഴാണ് അവൾ വിളിച്ചത്. അപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു പോയായിരുന്നേ. ഞാനിവിടെ എടുത്തു വെച്ച 2 മാങ്ങകൾ അതും കൂടെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾക്ക്. അപ്പം പറയാതെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്കൊരു സർപ്രൈസ് ആവുമല്ലോ. അപ്പോൾ നാളെ രാവിലെ 5:45 ഇവിടുന്ന് ഒരു ബസ് ഉണ്ട്. അതിന് പോയാൽ അത് തിരിച്ചിവിടെ 9 മണിയാകുമ്പോഴേക്കും എത്തും. അപ്പോൾ എനിക്ക് കടയിലും പോവാം, അത് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ചക്കയൊക്കെ കവറിലാക്കി വെച്ചു. മാങ്ങ ഇതാ 2 ഉള്ളത് അതും കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ സെറ്റാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. രാവിലെ എടുത്ത് ഓടിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനെൻ്റെ കൂട്ടുകാരിക്ക് ചക്കയും കൊടുക്കണം, എൻ്റെ സ്റ്റാഫും കൊണ്ടുപോയി കൊടുക്കണം. അതിന് രാവിലെ തന്നെ പോകട്ടെ. രാവിലെ 5:30 പോകണമെന്ന് വിചാരിച്ച് പെരും മഴ. അപ്പോൾ 7 മണിയായി, 7:15 ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോട്ടെ. ഒരു കുടയേ ഉള്ളൂ ഇന്നലെ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഒരു കുടയിൽ തിരുവമ്പാടി വരെ പോകണം. പോയിട്ട് വരാം. കുറച്ചു നേരം തൂക്കി പിടിച്ചപ്പോൾ ഞാൻ മടുത്തു പോയി. അപ്പോൾ ഞാൻ മെല്ലെ ബിജുവേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. ഞാൻ എന്നെ കൊണ്ട് വയ്യ പിടിക്കാൻ. അപ്പോൾ ഇനി ബിജുവേട്ടൻ പിടിച്ചോളൂ. ഓട് വരെ ഞാൻ അവിടുന്ന് ബസ്സിന് കയറിയാണല്ലോ. ബസ്സിന് കയറിപ്പോയാൽ പിന്നെ കോഴിക്കോട് പോയി ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ അത് തൂക്കി പിടിക്കണ്ടല്ലോ. അതിന് വലിയ ചക്കയൊന്നും അല്ല കേട്ടോ, ചെറിയ ചക്കയാണ്. അതാണ് അവർക്ക് അവിടെ അങ്ങനെ അവർ ടൗണിലായതുകൊണ്ട് അങ്ങനെ ചക്ക കിട്ടാൻ പാടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഇവിടെയാണെങ്കിൽ ഓരോ ചക്ക ഉണ്ടായി വെറുതെ നാശമായിപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും വരികയാണെങ്കിൽ എനിക്കൊരു ചക്ക കൊണ്ടുതരാണ്. അപ്പോൾ ഇന്ന് എന്തായാലും സ്കാർഫ് കൊടുക്കാൻ പോലെ. അപ്പോൾ അവർക്കൊരു ചക്ക കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് തിരുവമ്പാടി ഞാൻ ഇറങ്ങിയില്ല. മുക്കത്ത് പോയി ഇറങ്ങാൻ വിചാരിച്ചു. അഗസ്ത്യമുഴിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരിട്ട് കോഴിക്കോട് ബസ് കിട്ടും. അപ്പം എന്നാലേ എനിക്ക് നേരത്തെ എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നേരം വൈകിപ്പോവും. തിരുവമ്പാടിയിൽ നിന്ന് 8 മണിക്കോ 8:30 ബസ്. ഇത് 7:45 കിട്ടി എനിക്ക് വേഗം എത്താമല്ലോ. ഞാൻ കോഴിക്കോട് സ്റ്റാൻഡിലെത്തിയിട്ട് ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ഇനി അവളെ വിളിച്ചു നോക്കണം അവളെ എവിടെ എത്തിയെന്ന് പറയാൻ. അപ്പോൾ നിറച്ച് ബസ്സും മഴയൊക്കെ കൂടിയായിട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അവൾക്ക് നേരം പോയിട്ടുണ്ടാവും. വേഗം പോയി നോക്കട്ടെ. അതിന് അവൾക്ക് 8:45 പോവാനുള്ളത്. 8:45 നമുക്ക് പഞ്ചി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എവിടെയാണെന്നറിയില്ല, ഒന്ന് തപ്പി നോക്കട്ടെ. നല്ല മഴയാണ് മക്കളെ. ഇത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് എനിക്ക് തീർപ്പത. ഇന്നലെ വൈകുന്നേരം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമം ചക്ക കിട്ടായിട്ട്. അപ്പോൾ ഞാൻ മുകളിലത്തെ വീട്ടിൽ കയറി ചെന്നു. അപ്പോൾ അവർ പുഴുങ്ങാൻ വേണ്ടി ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കാനാ ചേച്ചിന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ നീ കൊണ്ടുപോയിക്കോ, ഇത് നീ കൊണ്ടുപോയിക്കോ, ഞാൻ ഇട്ടോളാം, ഞങ്ങൾ നാളെ. പിന്നെ അതിൽ ചക്കക്കുരുവും വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനവും കൂടി ഉണ്ട്. സ്റ്റാഫ് വേണ്ടേ? അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുക്കാൻ വന്ന സംഭവം കൊടുക്കാൻ മറന്നുപോയി. ഓഫാക്കട്ടെ. ഞങ്ങൾ 2 പേരും കൂടി കിട്ടിയ സമയം കൊണ്ട് ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. 2 പേരും ഓരോ ചായയൊക്കെ കുടിച്ച് അവൾക്ക് ബസ്സിന് പോകാനായി, എനിക്ക് അങ്ങോട്ടും പോകാനായി. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഇവിടുന്ന് പിരിയാടാ. ഞങ്ങൾക്ക് അധികം നേരം സമയമൊന്നും കിട്ടിയില്ല. ഒരു 5 മിനിറ്റ് അത് അവൾക്ക് സമയം പോയിട്ടും അവൾ എൻ്റെ കൂടെ നിന്നത് കേട്ടോ ചായ കുടിക്കാൻ. അപ്പോൾ ഞങ്ങൾ പോട്ടെ. ഇനി ഞങ്ങൾ ഞായറാഴ്ച കണ്ടുമുട്ടും എന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ ഞാൻ പോകുക കേട്ടോ. ഇനി എനിക്കും കടയിലേക്ക് എത്താൻ നേരം മുഴുവൻ അവൾക്കും പോകും. അവൾക്ക് അവിടെ നിന്നാണ് ബസ്, അവൾ അങ്ങോട്ട് അതാ പോകുന്നു. മഴ ചെറുങ്ങനെ ഉണ്ട്. ഞാൻ കുട ചൂടിയില്ല. അപ്പോൾ ഇനി വേഗം ബസ് വിളിച്ചാൽ 10 മണിയാകുമ്പോഴേക്കും കടയിലെത്താം. എളീനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല, വിളിച്ച് പറയാം. സ്റ്റെപ്പ് താഴോട്ട് വർക്ക് ചെയ്യുന്നത്, ഇങ്ങോട്ടുള്ള മുകളിലോട്ടുള്ള വർക്ക് ചെയ്യുന്നത്.
റോഡിനപ്പുറം കടന്നു വന്നാൽ നമുക്ക് തിരുവമ്പാടിക്ക് ബസ് പോകും. അവിടെ പോകാൻ താഴെ ബസ്സിൽ ഓമശ്ശേരി മൊത്തം ബസ് അത് പോയി. ഓമശ്ശേരി ബസ് കിടക്കുന്നു. പെട്ടെന്ന് ബസ്സിന് കയറി പോവുക. അല്ലെങ്കിൽ ഞങ്ങളുടെ എത്തുന്ന സമയം പോലെ എനിക്ക് അറിയത്തിൽ കയറി വെക്കാതെ ഞാൻ കയറി. ചില സമയത്ത് എനിക്ക് പേടിയാണ്. ഒരു ബസ്സിലായിപ്പോയി, കയറി കുടുങ്ങിപ്പോയി. ഒരു ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് വരുന്നൊരു ബസ്സിൽ പോയി. അറിയാതെ ഓമശ്ശേരിയാണ് ഇപ്പോൾ ചാടി കയറിയതാണ്. അത് വേറെ ഇതിലേക്കോ കറങ്ങി ചുറ്റി വരുന്ന ഒരുപാട് സമയം പോയി. അവിടെ ഓമശ്ശേരി എത്തിയപ്പോൾ 10:15. ഇനിയിപ്പം തിരുവമ്പാടിക്ക് എപ്പോഴാണ് ബസ് എന്നറിയില്ല. തിരുവമ്പാടിക്കുള്ള ബസ് കിട്ടിയിട്ട് വേണം 10:30 ഷോപ്പിലെത്തേണ്ട. എനിക്ക് പറ്റാൻ മതിയായിരുന്നു. പോയി നോക്കട്ടെ കേട്ടോ. ഓമശ്ശേരിയാണ് ഞാൻ നിൽക്കുന്നത്.